സാധാരണ നമ്മൾ വീടുകളിൽ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ അമ്മമാർ അല്ലെങ്കിൽ വീട്ടിൽ ആരാണെങ്കിലും പെട്ടെന്ന് പോയിട്ട് അത് അവരുടെ നിന്ന് വാങ്ങി വെച്ചിട്ട് ഇത് കാണണ്ട, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഫോഴ്സ്ഫുള്ളി അത് വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് പറയാം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ ഫോൺസ് വേണം, വീഡിയോസ് കാണണം. അവരുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ നമുക്ക് ടോട്ടലി അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം കുട്ടികൾ വീഡിയോസ് കാണുകയാണെങ്കിൽ റീൽസ് ഒക്കെ കാണുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് അവർക്ക് ഹാംഫുൾ ആവുക എന്നുള്ള രീതിയിൽ പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നല്ല രീതിയിൽ പറയും, ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പഠിപ്പിക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ വരും റീൽസ് കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പാരൻസ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്വാഭാവികമായിട്ടും കുട്ടികളത് മനസ്സിലാക്കും. അതിന് പകരം നമ്മൾ കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങിച്ചിട്ട് ഇത് കാണാൻ പാടില്ല, നിനക്കറിയില്ല ഇത് കണ്ണിന് കേടാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാർഷായിട്ട് പാരൻസ് അതിനെ ഡീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ അടുത്ത് അവരുടെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ പതുക്കെ അതിൽ നിന്ന് മാറ്റുക. എന്നിട്ട് അവരെ നമ്മൾ ഓരോ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത്ര അവേഴ്സ് കാണുക എന്നുള്ളത് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 or 4 years അല്ലെങ്കിൽ 5 years ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആൾക്ക് 1 hour സ്ക്രീൻ ടൈം ഓക്കെയാണ്. അപ്പോൾ അത് അവർക്ക് അലോ ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ ഒരു ടൈമിൽ ഷോർട്സ് ആൻഡ് റീൽസ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ സമ്മതിക്കരുത്. അത് കുട്ടികളിൽ അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് അവരുള്ളത്. അപ്പോൾ അത് അവരുടെ പഠനത്തിന്, അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ബിഹേവിയറൽ പാറ്റേണിനൊക്കെ അഫക്റ്റ് ചെയ്യും. അത് ആ രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഓരോ ഏജിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതി വ്യത്യാസമായിരിക്കും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. കുറച്ചും കൂടി മുതിർന്നവരാണ്, ഒരു 13-14 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവർക്കും മേ ബി ഒരു 2 hours ഒക്കെ ഒരു ദിവസം കാണാം. അതേസമയം അതിലപ്പുറം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കും എന്നുള്ളത് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക പാരൻസ്.